മികച്ച അഭിനയ ചക്രവർത്തിയായി ഭാവാഭിനയത്തോടെ രംഗത്ത് വരുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ എന്നുള്ളത് അവർ തെളിയിക്കാൻ പോകുകയാണ്. ഇന്ന് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, ഡോക്ടറില്ല, രോഗിക്ക് ആവശ്യമായിട്ടുള്ളതൊന്നുമില്ല. സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ പണച്ചെലവാണ് സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്നതിന്. പാവപ്പെട്ട രോഗികൾക്ക് ഇന്ന് ആശ്രയിക്കാൻ ഒരു ഇടമല്ല. അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമാണ്. അന്ന് സ്വകാര്യ ആശുപത്രികൾ ഉപേക്ഷിച്ച് സർക്കാർ ആശുപത്രികളിലേക്ക് രോഗികൾ എത്തുമായിരുന്നു. അവർക്ക് ആശ്വാസമുണ്ടായിരുന്നു, അവർക്ക് ചികിത്സയുണ്ടായിരുന്നു, അവർക്ക് പണത്തിന് പ്രയാസമുണ്ടായിരുന്നില്ല. എത്ര ഗുരുതരമായ രോഗം ബാധിച്ചയാൾക്കും ആവശ്യമായ ചികിത്സാ ചെലവ് നൽകാൻ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ഉണ്ടായിരുന്നു, അപകടമുണ്ടായാൽ ഓടിയെത്താൻ കഴിയുമായിരുന്നു. ഇന്ന് പാവപ്പെട്ടവർ നിരാശ്രയരാണ്. ഒരു വശത്ത് രോഗം അവരെ വേട്ടയാടുന്നു, മറുവശത്ത് വിലക്കയറ്റം കൊണ്ട് ജീവിതം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാർക്കാണെങ്കിൽ തൊഴിലില്ല. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പലായനം ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ഈ ജില്ല ഒരു ഓൾഡ് ഏജ് ഹോമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ദീർഘവീക്ഷണത്തോടെ വരുന്ന ആളുകളിൽ ഈ നാട്ടിൽ എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള ചെറുപ്പക്കാരുടെ പലായനം അവസാനിപ്പിക്കുമെന്ന്, വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായ വിദ്യാഭ്യാസ രംഗം, മയക്കുമരുന്ന് മാഫിയ കസ്റ്റഡിയിലാക്കിയ വിദ്യാഭ്യാസ രംഗം, അതിൽ നിന്ന് മോചിക്കുമെന്ന് പ്രഖ്യാപിച്ച് കാർഷിക മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും എല്ലാം ലക്ഷ്യബോധത്തോടെ കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ ജാഥ ഇവിടെ കടന്നു വരുന്നത്.